ഹായ് ട്രിപ്പിൾ എസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ക്ലാസ്സിലേക്കുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ച് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, കപിലവസ്തു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. ചപ്പാത്തി ഞാനും മോനും ഗോബി മഞ്ചൂരി കറി ഓർഡർ ചെയ്തു. സജി ചേട്ടൻ വെജ് കുറുമയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സിമ്പിളായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തത് സൺഡേ ആയതുകൊണ്ട് തന്നെ മലമ്പുഴയ്ക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് മലമ്പുഴ വളരെ അടുത്താണ്. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് അടുത്ത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ മഴ വൈബൊക്കെ ആയത് കാരണം, പിന്നെ സൺഡേ ആയത് കാരണം എല്ലാവരും പറഞ്ഞു കേട്ടും പിന്നെ ഒത്തിരി റീൽസിലും ഒക്കെ കണ്ട് നമ്മൾ ശരി എന്നാൽ മലമ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ലാസ്റ്റ് ഒരു ചായയും ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും കുടിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴായിരുന്നു കേട്ടോ അവിടുത്തെ ചേട്ടന്മാർ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ശരി, ഓക്കെ, സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മോനതിൽ സ്കാൻ ചെയ്തു. നല്ല അവർക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. 5 സ്റ്റാറും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തത് ആ പാർക്കിങ്ങിലായിരുന്നില്ല. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് കാർ എടുത്ത് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആവുന്തോറും മലമ്പുഴ ഭാഗത്തേക്ക് നല്ല തിരക്കായിരിക്കും. ഓൾറെഡി സൺഡേയും കൂടെ ആയത് കാരണം എല്ലാ ടൂറിസ്റ്റും എല്ലാവരും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് 2 മണി ആ സമയത്ത് തന്നെ ഇറങ്ങിയത്. അപ്പം മലമ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുന്നുകളും മലകളും എല്ലാം കാണാൻ പറ്റും. ഭയങ്കര വൈബാണ്, ഒന്നും പറയാനില്ല. മഴ സമയത്ത് തന്നെയാണ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളത്. കോടമഞ്ഞ് മൂടി നിൽക്കുന്നതും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു രസമുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ ടൂറിസ്റ്റുകൾ കൂടുതലുണ്ടോയെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും ഫുള്ളായിട്ട് കേട്ടോ. ഇവിടെ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരിക്കും. അതാണ് ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ മലമ്പുഴയിലത്തെ. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി എന്ത് തന്നെയാണെങ്കിലും ടൂറിസ്റ്റിന് വേറെ കുറവൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തെക്കേ മലമ്പുഴ എന്ന് പറയും, കവ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ പോയത്. അവിടെയാണ് ഈ വൈബ് മൊത്തം മഴയുടെ. അപ്പോഴും അവിടെ ചെറിയ വഴിയാണ്. നമുക്ക് കാറ് കൊണ്ടുപോകുമ്പോഴും അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നോക്കിയും കണ്ടുമൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ ഓൾറെഡി അവിടെ കാണുന്നത് മൊത്തം ആ ഒരു മലമ്പുഴ റിസർവോയറിലെ ആ വെള്ളക്കെട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഡാമിൻ്റെ. നല്ല ഭംഗിയാണ്. പല ഭാഗത്തും നമുക്ക് വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ചൊന്ന് ഒതുക്കി കേട്ടോ. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഈവനിങ് ആയ പിന്നെ അവിടെ തിരക്കോട് തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പോയ സമയം അതായതുകൊണ്ട് മാത്രം കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രീ ആയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം തിരക്കായിരിക്കും കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും തിരക്കായിരിക്കും. പിന്നെ അവിടെ ഒരു മഴക്കോട്ട് വിൽക്കണ ചേട്ടനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ മഴ വൈബിൽ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടി മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുമല്ലോ. അങ്ങനെ അപ്പോൾ പിന്നീട് അത് ഓർത്തപ്പോഴായിരുന്നു അയ്യോ മഴക്കോട്ട് എടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ മറന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ആ വെള്ളത്തിലൊക്കെ ഞങ്ങൾ കളിച്ചു. അങ്ങനെ നിന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര്. പിന്നെ കാറ് പാർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. സൈഡ് ഒതുക്കി പാർക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിറയെ ടൂറിസ്റ്റ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് കുറച്ചൊരു റഷ് നമുക്ക് അനുഭവപ്പെടും. പിന്നെ അങ്ങനെ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ നിന്ന് കുട്ടികൾക്കൊക്കെ നല്ല വൈബാണ്. ഒത്തിരി പേര് കുട്ടികളെയും കൊണ്ട് തന്നെയാണ് വരുന്നത്. സൺഡേയും കൂടെ ആയത് കാരണം എല്ലാവർക്കും ലീവാണല്ലോ. അപ്പം അങ്ങനെ വരുന്നുണ്ട് ബൈക്കിലും കാറിലും ട്രാവലേഴ്സിലൊക്കെ തന്നെ. ഒത്തിരി ദൂരേന്ന് എറണാകുളം, എന്താണ് മലപ്പുറം, മണ്ണാർക്കാട് ആ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാ കാണുന്ന മലമുകളിൽ നിന്നെല്ലാം വെള്ളം ഊർന്നിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളൊരു മഴക്കോട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പയിടാൻ വേണ്ടിയിട്ടല്ല, എങ്കിലും ശരി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മഴക്കോട്ട് ഞങ്ങൾ വാങ്ങി. എത്രയോ ഇപ്പോൾ ഇടുന്ന കളർ മഴക്കോട്ടുകളില്ലേ, 150 130 ആ ഒരു എത്രയോ ആയിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അവിടെ പോകുന്ന വഴിയിൽ തന്നെ മലമ്പുഴ ഒരു പാലമുണ്ട്, ചെറിയ പാലം. പക്ഷെ ഭയങ്കര ഭംഗിയാണ് ആ പാലത്തിൻ്റെ അവിടെ കാണാൻ. ഒരുപാട് ഷൂട്ടിംഗ് സ്പോട്ടും കൂടി തന്നെയാണ് അവിടെ. അപ്പോൾ അവിടേക്ക് വണ്ടി നിർത്തി പിന്നെ ഞങ്ങൾ അതിലേ അങ്ങ് നടന്നു. ഒരു ഇരുട്ട് പോലെയുള്ള പ്രദേശമാണ്, പക്ഷേ എങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും സെറ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നു. ആ ഭാഗത്തും ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ കുറച്ച് പേര് വണ്ടി വന്ന് നിർത്തി വേണമെന്നുള്ളവർ നടന്ന് അങ്ങനെയൊക്കെ അത് ആസ്വദിക്കുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടൈക്കനാലിലെ ഗുണ കേവിൻ്റെ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അവിടെ നിറയെ കുറേ വർഷങ്ങളോളം നിൽക്കുന്ന മരത്തിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടല്ലോ, അതേപോലുള്ള ചെറിയൊരു ഒരു വേരിൻ്റെ ഒരു ഇത് അവിടെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ആക്കിയിട്ട് ഫോട്ടോസ് എടുക്കാൻ നല്ലതായിരിക്കും. എന്നാൽ അത് ചെറിയൊരു ആലിൻ്റെ ആണ്. പിന്നെ അവിടെ ഒരു ആൽത്തറ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോ വൈബ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് ഇരുട്ടാണ്, മഴയൊക്കെ ആയതുകൊണ്ട് ലൈറ്റ് കുറവാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് ആസ്വദിച്ച് പിന്നെ ഇങ്ങോട്ട് നടന്നു. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മലകളുടെ മേലെ ഭാഗത്ത് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതിനോടൊപ്പം തന്നെ അതിലെ വഞ്ചി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മൾ തെക്കേ മലമ്പുഴ കവയിലാണ് പോയത്. ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഭാഗത്തേക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ തന്നെ റൈറ്റിലേക്കുള്ള വഴിയുണ്ട്, അത് ആനക്കൽ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആ ഭാഗത്തേക്കാണ്. അപ്പോൾ അതൊരു പാലം കടന്നിട്ട് വേണം പോവാൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയാലാണ് അവിടെ നമുക്ക് മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട്. 3 ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളം വീഴുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് പോയി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം കേട്ടോ കാണാൻ. ഞങ്ങൾ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കുറേ നടക്കുകയും വേണം. അപ്പോൾ ഞങ്ങൾ ആ ഉള്ളിലോട്ട് ഞങ്ങൾ പോയില്ല. പിന്നെ നമ്മൾ പോയത് ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ റൈറ്റ് സൈഡ്, ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ റൈറ്റ് സൈഡ് ആനക്കൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക്. അവിടെ മുഴുവൻ വനമാണ്, കൂടുതലായിട്ട് കാടുകളാണ്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ ഫുൾ ഐസ്ക്രീംകാരും ചോളക്കാരും മാംഗോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങളൊരു ചോളവും മാംഗോ ഒക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ റിസർവോയറിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റും. ചെറിയ ചെറിയ നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല തിരമാല അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മരങ്ങളിലൊക്കെ നിറയെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആടാം. അതിന് ചാർജൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആസ്വദിക്കാൻ പറ്റും. ഇവിടെയും നല്ല ഫോട്ടോ സെക്ഷന് പറ്റിയ ഏരിയ തന്നെയാണ്. ഒത്തിരി കണ്ട ഇപ്പം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ. 3:30 അല്ല, 4 മണി ആയെന്ന് തോന്നുന്നു, ആ സമയം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കൂടുതൽ ടൂറിസ്റ്റുകളും ആൾക്കാരും വന്ന് തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കുറച്ച് ഫ്രീ ടൈം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മലമ്പുഴ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ആനക്കൽ ഭാഗത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഈ മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് നല്ല ഇരുട്ടടഞ്ഞ ഒരു ഇതായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ ഇരുട്ടടഞ്ഞ ഒരു പ്രദേശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, മേഘമൊക്കെ മൂടി നിൽക്കുക. ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അത്ര വരെ എത്തിയിട്ടും മഴ പെയ്തിട്ടില്ല, ചാറ്റൽ മഴ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്നു. പിന്നെ നമ്മൾ വീണ്ടും ആനക്കല്ലിൻ്റെ ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ആസ്വദിച്ച് അങ്ങോട്ട് നടന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ വണ്ടി മുന്നോട്ട് എടുത്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകുന്തോറും മലകൾ തന്നെയാണ്, കാട് മൊത്തം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സൈഡിൽ വീണ്ടും വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം കണ്ടു കേട്ടോ. അതായത് മലമ്പുഴ ആനക്കല്ലിലേക്ക് പോകുന്ന ഭാഗത്ത് 1-ാം പാലം എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെയും നല്ല രീതിയിൽ വെള്ളം ഒഴുക്കുണ്ട്, നിറയെ പേര് മീൻ പിടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങോട്ട് ഇറങ്ങി വേണമെങ്കിൽ നമുക്ക് ആ മണലിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല, ഞങ്ങൾ പാലത്തിൻ്റെ മേലെ തന്നെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. നിറയെ നിറയെ കുട്ടികളും പെൺകുട്ടികളടക്കം നിറയെ പേര് നിന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് കിട്ടുന്നത്. അതും ഈ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആ ഒരു അരുവിയാണ് ആ കാണുന്നത്. ആ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതിലൂടെ ഇറങ്ങി ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഇപ്പുറത്തൂടെ ഉള്ള വ്യൂ ആണ് നിങ്ങളെ കാണിച്ചത്. അവിടെ ആകെ ചെറിയൊരു 2 തട്ടുകട മാത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടോടുകൂടിയുള്ള പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ നടത്തുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പരിപ്പുവടയൊക്കെ വാങ്ങി അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ചായ കുടിച്ചു. അവിടെ നിന്ന് ആ വ്യൂവിലേക്ക് നോക്കി ചായയും പരിപ്പുവടയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മലമുകളിലും നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. വെള്ളം നന്നായിട്ട് ഒഴുകുന്നതും കുത്തി ഒഴുകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ.
അപ്പം അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നിന്നു. അത് മലമ്പുഴ ഒറിജിനൽ മലമ്പുഴയുടെ അവിടെ നിന്ന് ആനക്കലിലേക്ക് വരുന്ന വഴി ഒന്നാം പുഴപ്പാലം എന്ന് പറയും. ആ ഭാഗമാണത്. അവിടെയും ഒരുപാട് പേര് വന്ന് നിന്ന് ഈ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വീണ്ടും ഫ്രണ്ടിലേക്ക് എടുത്ത് കുറച്ച് ദൂരം പോയി. അപ്പോഴും ഈ മലകളും കാണാൻ നല്ലൊരു വൈബാണ്, നല്ല സീനറി, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഈ ഒന്നാം പുഴപ്പാലം ഇതിലേക്ക് വരുന്ന നമ്മുടെ ആനക്കല്ലിലേക്ക് വരുന്ന വഴി തന്നെ ഒരുപാട് വേരുകളും കാര്യങ്ങളും, വർഷങ്ങളായിട്ട് നിൽക്കുന്ന വേരുകളും ഇതൊക്കെയുള്ള നമുക്ക് കാട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് നടക്കാൻ പറ്റും. വണ്ടി ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഉള്ളിലോട്ട് നടന്നു. അപ്പം നമുക്ക് ഒത്തിരി വേരുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണത്. അവിടെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പാടില്ല, അവിടെ നിരോധിത മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയയും കൂടിയാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആനത്താര തന്നെയാണ്, ആനയൊക്കെ ഒത്തിരി ഇറങ്ങുന്ന ഏരിയ ആണ്. മിക്കവാറും തന്നെ അവിടെ ഒരു സന്ധ്യയ്ക്ക് ശേഷമൊക്കെ ട്രാവലിംഗ് കുറവാണ് എല്ലാവരും. നമ്മുടെ 2-3 ഫ്രണ്ട്സിന്റെ വീട് തന്നെ അവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ 6 മണിക്ക് മുമ്പ് വീട്ടിലൊക്കെ കയറും. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല. അവിടെ ഈ കരിമ്പുലി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കാരണം തന്നെ ഞാൻ അവിടെ വെറുതെ ഒരു ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുകയായിരുന്നു. അത്രയും നല്ല ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന വേരാട്ടോ. അത്രയും വർഷങ്ങളോളം ഉള്ള വേരാണ്. ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് നടന്നു. പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഇരുട്ട് പോലെ വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് നടന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓൾറെഡി നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് അവിടെ തന്നെ അവന്റെ അമ്മ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കരിമ്പുലി വന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ട്. അപ്പൊ അത്രയും തന്നെ കരിമ്പുലി, ആന ഇതൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ്. ഭയങ്കര ഡേഞ്ചർ ഏരിയ തന്നെയാണ്. അപ്പൊ അങ്ങനെ അവൻ പറഞ്ഞുള്ള എക്സ്പീരിയൻസും കൂടെ നമുക്കുണ്ട് കേട്ടോ. അവരുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. ഈ ഒരു വനത്തിന്റെ സൈഡിൽ തന്നെയാണ് വീട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് രാവിലെ വാതിൽ തുറന്ന സമയത്ത് കരിമ്പുലി നടന്നു പോകുന്നതായിരുന്നു കണ്ടേ. ഇതൊരു എക്സ്പീരിയൻസ് ആട്ടോ. പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനും പേടിയൊക്കെയാണ്. അങ്ങനെ എല്ലാവരും തന്നെ ഒരു 6 മണിക്ക് ശേഷം അങ്ങോട്ടേക്കൊന്നും അങ്ങനെ അധികം ട്രാവലിംഗ് പോവാറില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു മലമുകളിലാണ്, ഒരു പാറയുടെ മുകളിൽ. അവിടെ നിറയെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കോട്ടും കൊടയും എല്ലാ സംഭവങ്ങളും കാറിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞങ്ങൾ മഴ പെയ്യില്ല എന്നുള്ളൊരു ഉറപ്പിൽ അങ്ങനെ മലയുടെ മേലേക്ക് കയറി. മേടിച്ച ചോളമൊക്കെ പിടിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ മേലേക്ക് കയറിയത്. പക്ഷെ ആക്ച്വലി അവിടെ ചെന്ന് നമ്മൾ ചോളമൊക്കെ കഴിച്ച് മലയും മഞ്ഞും എല്ലാം ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. അപ്പോഴും നല്ല രീതിയിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അവിടെയും ഒരുപാട് ഫുൾ വലിയ ഫാമിലീസ് വന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ അവരിരുന്ന് കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്നവരെ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ മഴക്കോട്ട് ഇട്ട് വന്നവരുണ്ട് കേട്ടോ, മഴ പെയ്യുന്നുള്ളൊരിതില്. പിന്നെ നമ്മൾ ഈ സാധനമൊക്കെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ കാറിൽ വെച്ച് ഭദ്രമായി പൂട്ടി വെച്ചു. ഞങ്ങൾ എടുത്തില്ല എന്ന് പറയാ. അന്നേരം ഞങ്ങൾ അവിടെ വന്നിരുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മലമുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ അടുത്തൊരു ചെറിയൊരു അമ്പലവും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയില്ല. ഈ പാറയുടെ മേലെ തന്നെ അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ് കോൺ ആയിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നു എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധനമൊന്നും അല്ല ഇത്. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി തന്നെ ഒരു ചോളം വാങ്ങി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളൊരു ചോളം വാങ്ങി, അത് മുറിച്ച് അവിടെ നിന്ന് കഴിച്ച് അവിടെ ബാക്കിൽ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നിറയെ പിന്നെ ഈ മലയുടെ മേലെ മഞ്ഞ് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടോ. കാർമേഘങ്ങളെല്ലാം താഴത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ഒരു മഴയുടെ ലക്ഷണം കണ്ടു. മഴ പെയ്തു തുടങ്ങി. നമ്മൾ പിന്നെ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. ശരി, വലിയ മഴ വരട്ടെ എന്നുള്ളൊരു ഇതില്, വരില്ലായിരിക്കും, ആ മഴ മാറിപ്പോകും എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് ഞങ്ങള് ചോളമൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ വീട്ടിലേക്ക് തന്നെയായിരുന്നു ഉദ്ദേശം. പിന്നെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വലിയ മഴ വന്നു. അങ്ങനെ മഴ മൊത്തം നനഞ്ഞു എന്ന് തന്നെ പറയാം. ആ മലയുടെ മേലേന്ന്, പാറയുടെ മേലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാൻ പറ്റൂല. കാരണം കാല് തെന്നി വീണിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്ലോയിലാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കാറിന്റെ ഉള്ളിലേക്ക് എത്തി. ഇതാ നോക്കൂ, ഞങ്ങൾ എല്ലാവരും നനഞ്ഞു. മൊത്തം മുടി കാര്യങ്ങളെല്ലാം നനഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങള് ഒന്ന് തുടച്ച് ഫ്രഷായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ പോകുന്നത്. ചിറ്റൂരേക്കായിരുന്നു പോകുന്നത്. പിന്നെ നേരെ ഞങ്ങൾ എവിടെയും നിർത്തിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല തകൃതിയായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ആ മലമ്പുഴ ബൊട്ടാനിക്കൽ ഗാർഡന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ഈ ഡാം തുറന്നിരിക്കുന്ന ആ ഷട്ടറിലേക്ക് ഞങ്ങൾ വീണ്ടും വീഡിയോ ഫോക്കസ് ചെയ്തു.
മൂന്ന് ഷട്ടറായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സൈഡ് ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചെറുതായിട്ട് വീണ്ടും വീഡിയോ അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് ചിറ്റൂരേക്കായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഈ ഒരു സൺഡേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.